അപ്പം ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞാൻ എണീച്ചിരിക്കുന്നത് നോക്കട്ടെ 6:34 ഞാൻ എണീച്ചത്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ഫ്രീ ആണ്. അപ്പം അമ്പലത്തിൽ പോകണമാണ് നമ്മൾ ഇത്തിരി നേരത്തെ എണീച്ചത്. അപ്പം നമ്മൾ ലിയോനെ മൂത്രമൊപ്പിക്കാൻ കൊണ്ടുപോകാം കേട്ടോ അമ്മ. ഞങ്ങൾക്ക് പല്ലൊക്കെ തേച്ചിട്ട് വിശേഷം മാറി. നമ്മൾ പല്ല് തേച്ചു, ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി തുടച്ചു കൊടുക്കുകയാണ്. ഈ ഒരു മാമാർത്തിൻ്റെ ലെമണിൻ്റെ അപ്ലൈ ചെയ്താലുണ്ടല്ലോ ഭയങ്കര ബ്രൈറ്റ് തോന്നും. ഇന്നലെ ഒരു ചീർപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചീർപ്പ് ഇന്നത്തേക്ക് മിസ്സിങ് ആയി. നമുക്ക് കുഴപ്പമില്ല, കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൈ ഉണ്ടാക്കുമ്പോൾ ചീർപ്പിന് കാട്ടും വേദനയാണ്. പിന്നെ എൻ്റെ മുടിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിങ്ക് ഹെയർ ബാൻഡും കൂടി ഞാൻ എടുത്തിട്ട് ഗായ്സ് എൻ്റെ ഫ്രണ്ട് തന്ന എന്താ പറയുക ടെഡി ബിയർ ലിയോ കടിച്ചു ഗായ്സ്. ഞാൻ ഈ ഒരു പിങ്ക് ഹെയർ ബാൻഡ് കുറേ ദിവസമായി തിരഞ്ഞെടുക്കുന്നു, അപ്പോഴാണ് കിട്ടിയത്. ഗായ്സ് ഓക്കെ, നമുക്കൊരു പണിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വെറുതെ ടി വി കണ്ടിരിക്കും. ടി വി കാണാനതിന് ഇതില്ല, കറണ്ടില്ല. അപ്പോൾ എന്താക്കും, ഇത് ഞാൻ കറണ്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക ടി വി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറേ എഡിറ്റ് ചെയ്യാനുണ്ടാവും, ഉറപ്പാണത്. അപ്പോൾ ഞാൻ എന്തായാലും ടി വി വയ്ക്കാൻ പോകണം. ഞാനിപ്പോൾ ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാല് അമ്മ ടി വിയുടെ
ഇപ്പം ഗൈസ് അങ്ങ് മദ്രാസിലോട്ട് നമ്മുടെ TV പോയിരിക്കുന്നു. റിമോട്ട് പോയി, അതിനെക്കൊണ്ട് എൻ്റെ എവിടെയാണെന്ന് അറിയില്ല റിമോട്ട്. അപ്പം ഞാൻ എന്തായാലും കുളിച്ചിട്ടാവാം ഇത്തിരി എന്ന് വിചാരിച്ചു. ശരിക്കും ഭയങ്കര തുമ്പലും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ജലദോഷമൊക്കെ ഉണ്ടല്ലോ. റിമോട്ട് കാണാത്തതുകൊണ്ട് ഞാൻ TV വിളിക്കുന്നില്ല. ഞാൻ ഭയങ്കര ഓണാക്കി ചെയ്തിട്ട് ഞാൻ പോണ്ടല്ലേ, എന്തായാലും കുളിക്കണ്ടേ. വയസ്സ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന വെച്ചൊന്ന് മാറ്റി വെച്ചു. നമുക്ക് ടൈമില്ല, ഇന്ന് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് പറഞ്ഞത്. അത് 8 o'clock to 9 o'clock വരെയാണ്. അപ്പം നമുക്ക് പറ്റില്ല. ഇത് 7 മണിക്കാണ്, നമ്മളിപ്പോൾ 7 മണി ആയി. അതിനെക്കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ച് പോകുന്നില്ല. അമ്മ ചേരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോലെ മുടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ സീൻസ് കുറവായിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുവാ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അങ്ങനെ നല്ല ഹെവി ആയിട്ടൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്. ചപ്പാത്തി ആണെന്നൊന്ന് വിശന്നു. ഇഷ്ടമില്ലാത്ത ഫുഡാണ് ചപ്പാത്തി. ഞാൻ സാധാരണ എപ്പോഴൊന്നും എണീക്കാറില്ല. അപ്പം അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഇത്ര എണീറ്റത്. പക്ഷെ പോയി. പിന്നെന്താ, അപ്പം പിന്നെന്തായിരുന്നു, എനിക്കൊന്നും അറിയില്ല ഗായ്സ്. മുഖത്തിന് എന്തൊരു മാറ്റം. ഇത് കണ്ണും ബ്രഷൊക്കെ ഇട്ട പോലെ ഇരിക്കുന്ന ഗൈസ്. ഇവിടേക്ക് അല്ല കേട്ടോ, ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇത് ക്യാമറേൻ്റെ ക്ലിയാരിറ്റിയാണ്, അല്ലാണ്ട് ഭയങ്കര ലൈറ്റ് തോന്നിക്കുന്നുണ്ട് ക്യാമറയിൽ. പിന്നെന്തുവാ ഗൈസ്, വെള്ളം ചൂടാക്കണം, എന്നാലേ എനിക്ക് കുളിക്കാനൊരു സുഖമുള്ളൂ. അല്ലെങ്കിൽ കുളിക്കാനൊരു സുഖമില്ല. ഞാൻ എന്തായാലും TVൻ്റെ റിമോട്ട് തിരഞ്ഞേക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഗൈസ്, ഇത് മറ്റേ ഇതിലുള്ള ഫിൽറ്ററാണ്. സ്നാപ്ചാറ്റിൽ നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു ലാസ്റ്റ്. കമോൺ ലേഡി, കം ലേഡി, കമോൺ ലേഡി. എന്താണ് ഗൈസ് ആവാത്തത്? അയ്യേ, ഇതെന്തുവാ ഗൈസ്. കുളിക്കാൻ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കുളിച്ചിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ കുളിച്ചിട്ട് പമ്പയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. പിന്നെന്താ എൻ്റെ നെയിൽസൊക്കെ പകുതി പോയി. ഗൈസ് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് ഗൈസ് നമ്മൾ മിസ്ത്രി ഇടാൻ നോക്കൊണ്ട് തന്നെ എനിക്ക് ഇതേ കൂടെ വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാൻ പറ്റി. നമുക്ക് ഇന്നലെ ആരാധ്യൻ്റെ അച്ഛമ്മ, ഞാൻ എന്ത് വീഡിയോ എന്നിട്ട് എന്തോ വ്ളോഗ് ആയിരുന്നല്ലോ അല്ലേ. ആരാധ്യൻ്റെ അച്ഛമ്മ ഞങ്ങളിങ്ങനെ പുളി ഇങ്ങനെ ഉണ്ടോ നോക്കുമ്പോൾ നമ്മൾ അച്ഛമ്മ നല്ല മനസ്സോടെ ഞങ്ങൾക്ക് വന്നിട്ട് പുളി പറിച്ച് തന്നു ഗായ്സ്. വേറൊരു വീട്ടിലത്തതായിരുന്നു. ഇങ്ങനെ കുലിച്ചപ്പോൾ ആരും കുലിക്കില്ല,
കമ്പെടുത്തിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ കുറേ എണ്ണം വീണു. കുറച്ചെണ്ണം എൻ്റെ വീട്ടിലേക്ക് വീണു. അവിടെ ഞാൻ കുറേ എൻ്റെ വീട്ടിലേക്കായിട്ട് കുറേ വീണത്. അപ്പം അവിടെ ഞാൻ കുറേ എടുത്തത്. ഇതാണ് ഇതിൻ്റെ കുറേ ഇതാക്കിയിട്ടുണ്ടാവും. യെസ്, കുറേ ഉണ്ട്. നമുക്ക് പൊട്ടിച്ചൊന്ന് കഴിച്ചോക്കാം. എനിക്ക് 20 എണ്ണം കിട്ടി കേട്ടോ. ഞാൻ കറക്റ്റ് എണ്ണി. ഇതെന്താ അറിയോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത്തിരി കേടായതാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പോയി എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ട്. 90s കിഡ്സിന് അല്ലെങ്കിൽ പറയാം. രാവിലെ തന്നെ വെറും വയറ്റിലാണ് കേസ് കഴിക്കുന്നത്. നല്ലതാണ്. ആരും വെറും വയറ്റിൽ മുമ്പ് കഴിക്കരുത്. നല്ല പണി കിട്ടും, ശ്രദ്ധിച്ചു. എനിക്കിന്ന് വിഷയമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ കൊള്ളില്ല കേട്ടോ. കറിയില്ല. വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അതായത് കഴിച്ചിട്ട് കഴിക്കണം, അതുകൊണ്ട് ഹെൽത്തല്ല. ഒരാൾ കാണിച്ചു ആളുടെ മൂടും കാണിച്ചിരിപ്പുണ്ട്. കൊണ്ടോളൂ. ഇയാളെപ്പോഴും പേടിയില്ല കേട്ടോ, പേടിയില്ല. ഇതേ പോണു വയസ്സ് ഡാസ്ക് മാമ കുരു കുരു. അവൾ പിന്നെ എന്നോട് അധികം കുരക്കൊന്നുമില്ലാത്തതുകൊണ്ട് എൻ്റെ പേടിയില്ല. ഹോയ് സാറേ ബിച്ച ബൊജ്ജ സാറേ. നിങ്ങൾ നേരത്തെ കണ്ടത് അവൻ്റെ വായാണ്. എൻ്റെ വായ നിങ്ങൾ കണ്ടൂലേ? കാണിച്ച് അങ്ങനെ അറപ്പാക്കുന്നില്ല. ഞാൻ തൊടാറുണ്ട് കേട്ടോ. പേടിയൊന്നുമില്ല ഇപ്പോൾ. അങ്ങനത്തെ പേടിയെല്ലാം മാറി. പിന്നെ ഐസ് മെരൂനെ കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഫോർ സെയിലിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ പോയി ഏട്ടൻ്റെ ഫ്രണ്ടിനെ വീട്ടിലേക്ക്. നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയാ കൊടുത്തേ പറ്റുമല്ലോ നമുക്ക്. അപ്പം
കണ്ണില്ല നൂറ് വിളിക്കുമ്പോഴാണ് പെല്ല് പൊട്ടിയൊന്നും ഡൗട്ട്. റെഡി ഗൈസ്, കൊടുത്തേ പറ്റും. കുളിച്ചിട്ട് വരാം. അധികം വന്ന് കുറേ പിന്നെ കുളിക്കാനുള്ളൊരു ഇത് പോയി ഇപ്പോൾ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കുളിച്ചു. കസ്റ്റമർ ഇതിനെക്കാട്ടും ഭംഗിയാട്ടോ ഞാൻ ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ. എന്നിട്ടും റിമോട്ട് കിട്ടിയില്ല ഗൈസ്. പോകാൻ സമയത്താ. 7:45. ഓക്കെ 7:45 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണല്ലോ ഒന്ന്. അപ്പം ഞാൻ ക്ലാസ്സിന് പോകുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടപ്പെട്ട് പോയി ഗൈസ്. അപ്പം ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കുന്നതാണ്, പോയി കണ്ടിട്ട് വരും കേട്ടോ. ഒരു വീഡിയോ അവിടുന്ന് സാറ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് ഗ്രൂപ്പിലിട്ടത് ഞാനിവിടെ കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം 11 മണിക്കായി ഉണ്ടാവും. അപ്പം ആരാധ്യം നമ്മുടെ കൂടെ കളിക്കാൻ വരുന്നതാണ്. വി ക്യാൻ പ്ലേ എന്നൊക്കെ പറയും. ഇതുണ്ടോ ഈ ഡ്രസ്സിട്ട് ഞാൻ കുറേ വന്നിട്ടുണ്ട്. ഇന്ന് വരച്ചത് ഞാൻ പിന്നെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി വന്ന് ഇരുന്ന് വീഡിയോ എടുത്തും തലപ്രാന്നാണ് ഗൈസ്. സത്യം പറഞ്ഞത് ഞാൻ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ല. നാളെ സ്കൂളിൽ പോകണം ഗൈസ്. ആരാധി ഇവരെ ഇതുവരെ വന്നില്ല. ഗൈസ്, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ലേഖാണ്. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന മനസ്സിനെങ്കിലും ആശ്വാസം മനസ്സിൽ നിന്ന് പോകുന്നു. നിങ്ങളോട് എനിക്ക് എന്ത് വേണം പറയാം എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് എനിക്ക് എന്ത് വേണം പറയാമെന്നല്ല, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എനിക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട് മനസ്സിലുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണറോടെ ഞാനത് പാർട്ട്ണറോടെ അത് പറയുള്ളൂ. അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോടോ, അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു ഫ്രണ്ടിനോടോ, അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു പാർട്ട്ണറോടോ ഞാൻ പറയുള്ളൂ. എനിക്കിപ്പോൾ പാർട്ട്ണർ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് എനിക്ക് പാർട്ട്ണർ ഉണ്ട്. ഹാവ് എ പാർട്ട്ണർ. പക്ഷെ ഞാൻ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗേളിനെയാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ബോയിനല്ല ഉദ്ദേശിച്ചത്. ഒരു ഗേളിനെയാണ് പാർട്ട്ണറായിട്ട് ഞാൻ കൂട്ടിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഗേളിനാണ് കൂട്ടിയിരിക്കുന്നത്. ഹൂ ഇസ് ദാറ്റ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ പാർട്ട്ണർ ഈസ് മൈ ആരുഷിയാണ്. ആരുഷി സോച്ചി. അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ചിന്നു ടീച്ചർ. ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ പിന്നെന്താ, ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ കാണിക്കട്ടോ. അത് എന്തെന്ന് എനിക്കറിയില്ല. അയ്യോ, ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ കാണിക്കട്ടോ. ഇങ്ങനെ അയ്യോ, അത് കഴിയണമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കണല്ലോ. അപ്പോൾ എപ്പോഴും അപ്പം നമുക്ക്
കുറച്ചല്ല കൂടുതൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പം ഞാൻ പോയിട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോഴത്തേക്ക് ആരാധ്യ വരെയായിരിക്കും. അപ്പം ഞാൻ എഴുതി തീരാനായിട്ടുണ്ട്. എഴുതി തീർന്നപ്പോഴേ 3 നോക്കിയാണ് കാണിച്ചു. ദിസ് ഇസ് മൈ പാർട്ട്ണർ. നിങ്ങൾ ആയിരിക്കും ഇവിടെ ഒറ്റയ്ക്കാണ് വിളിക്കുക, പക്ഷേ ഇവിടെ കേസാണ് ഞാനാണ് ഇവിടെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ആരെങ്കിലും അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കളീൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ, ആരും കമൻറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങൾക്കൊന്നും കിട്ടൂല, വേണ്ട സമയത്തൊന്നും കിട്ടില്ല, വേണ്ടാത്ത കുറേ കളി കിട്ടും. ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടി തിരികെ. എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഹലോ 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 എന്ന് പറയും. സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഹലോ 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 എന്ന് പറഞ്ഞ് കൊഞ്ചിട്ടാണ് പറയുക. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡിലൊക്കെ. യുവ സൗണ്ട് ഇങ്ങനെയല്ല കേട്ടോ, അത് ഞാൻ പറയാം. ഹലോ ഹലോ അവിടെ ചെറിയ കുഴപ്പമില്ല. ഞാൻ എൻ്റെ സുന്ദര കഴിക്കട്ടെ, അത് വിടിയെടുക്കാം. ഞാൻ കുളിച്ചതാ, ഞാൻ കുഴപ്പമില്ല. നമുക്ക് തേച്ചത് വാടി നക്കാറുമില്ല. അടി എന്നാലും നമുക്ക് എടുത്തുണ്ടോ അടി പ്ലീസ്. അടി നല്ല മോളല്ലേ, ചക്കര കുട്ടിയല്ലേ, പഞ്ചാര കുട്ടല്ലേ. ഗിഫ്റ്റ് ഉണ്ടാവല്ലോ. ചേച്ചിയുടെ ബർത്ത്ഡേ ഫെബ്രുവരി 12 അല്ലേ? 22. അമ്മ ചേച്ചി ഇഷ്ടപ്പെട്ട എന്താ? അമ്മ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? ഈ ക്രാഫ്റ്റ് അങ്ങനത്തെ ഒക്കെ. അമ്മ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫേസ്ബുക്കാണ് അമ്മ ചേച്ചിൻ്റെ എല്ലാ സാധനങ്ങളും. അമ്മ ചേച്ചിക്ക് ഈ പേപ്പർ കൊണ്ട് കുറേ അമ്മ ചേച്ചിക്ക് സ്കൂളിൽ എന്താ പറയുക പരിപാടി, ഈ പേപ്പറിൽ ഇങ്ങനെ കുറേ ചിത്രമൊക്കെ വരച്ച് ഡോളും ഈ അതിൻ്റെ ഡ്രസ്സൊക്കെ വരച്ചിട്ട് അതിങ്ങനെ വെട്ടി ഓരോന്നിങ്ങനെ കളിക്കലാണ് അയച്ചാത്ത ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറേ പേപ്പർ ഇങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മ ചേച്ചിക്ക് ഈ കളർ പേപ്പർ വെച്ചിട്ടുള്ള കുറേ സംഭവം ഇഷ്ടമാണ്. അപ്പം ഞാനാണ് അമ്മ ചേച്ചി ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു കളർ പേപ്പർ. അങ്ങനെ ഞാൻ ചോദിച്ചു ചേച്ചി നമുക്ക് എന്താ ഉണ്ടാക്കാം. അപ്പോൾ അമ്മ ചേച്ചി ഇനി വേസ്റ്റ് ആക്കാൻ റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചേച്ചിയെ വേസ്റ്റ് ആക്കണം, നമുക്ക് ചെറുത് അത്ര എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ട് എന്ത് ചെറുതുണ്ടാക്കും. അപ്പോൾ അമ്മ ചേച്ചി എനിക്ക് കുറേ ഐഡിയ ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ അതിൻ്റെയൊക്കെ തുളച്ച് റെഡിയാക്കി അങ്ങനെ ആ സാധനം റെഡിയാകും. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കളിക്കൽ ഞങ്ങൾ മറ്റേ അത് ശരിക്കുണ്ടായിരുന്നു മറ്റേ മിഷൻ്റെ പോലെയൊക്കെ തുന്നുന്ന സൂചിയില്ലേ, അത് ഞങ്ങൾ മറ്റേ പേപ്പർ വടി പോലെ ആക്കി തിരുമണ തുന്നി. എല്ലാ രസത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ യെല്ലോ പിങ്കോ റെഡോ ആണ്, 3 എണ്ണം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും പല ആഗ്രഹമായിരിക്കും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ഡ്രോയിങ്ങും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും കൂടി എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സാധനമാണ് കുറേ തന്നത്. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ ഓരൊക്കെ ഒരു ലോഡ് ഓയിൽ പേസ്റ്റും പിന്നെ ഒരു പ്രസാദേട്ടൻ്റെ ഒരു മോളാണ്. ആദ്യം പറഞ്ഞാൽ പോലെ സംഭവം. അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കമൻറ്റിൽ ഓൺ ചെയ്തിട്ട് ഓരോരുത്തർ പേര് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങളത് ഓരോ പേപ്പറിൽ എഴുതിയിട്ട് കുലുക്കിയിടും. എന്നിട്ട് അതിൽ ജയിക്കുന്ന ആൾക്ക് ഗിവ് അവേ ആണ്. അപ്പോൾ ഈ ഓയിൽ പേസ്റ്റ് കിട്ടും. അല്ല, ഈ ഓയിൽ പേസ്റ്റ് നമ്മുടെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാഗിൽ ഫുള്ള് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതൊക്കെ ഞങ്ങൾ ഇന്ന് മേടിച്ചാണ്. ഞങ്ങൾ രണ്ടാളെയും കൂടി കുടിക്കേന്ന് ഞാൻ പറയാം. ഇന്നത്തെ 5 ഡ്രോയിങ് ബുക്സ് ഉണ്ട്. 1 2 3 4 5. പിന്നെ ഫസ്റ്റ് സെക്കൻഡും ഉണ്ട്, തേർഡില്ല. ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഈ 4 ഓയിൽ പേസ്റ്റും ഈ ഒരു ഓയിൽ പേസ്റ്റ് ഫ്രീ ആണ്. ഓക്കെ, ഈ ഓയിൽ പേസ്റ്റ് ഫ്രീ ആണ്. സെക്കൻഡ് കിട്ടുന്നവർക്ക് ഒരു ഓയിൽ പേസ്റ്റ് പിന്നെ ഒരു ഓയിൽ പേസ്റ്റ് മാത്രം. അല്ല, സെക്കൻഡ് കിട്ടുന്നവർക്ക് ഒരു ഡ്രോയിങ് ബുക്ക് ഓയിൽ പേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഗിവന്റെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരുടെ പേരിടണം. പേരിട്ടതിന് ശേഷം പേര് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടാളെയും ഹൃദയ വ്ളോഗ് എന്ന് പറഞ്ഞ ഇത് മെൻഷൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം. അതിനകത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്യും. അതല്ല ഒരു കാര്യം പറയാം. അപ്പോൾ ഒരു കാര്യം പറയണം, ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. ഞാനോ ഒന്നും മുണ്ടേതിട്ടോ. അപ്പോൾ ഞങ്ങൾ അതേപോലെ പറയാറില്ല. അപ്പോൾ ചിലരൊക്കെ ഇന്നാൾ ഒരു കമൻറ്റിൽ ഇട്ടിരുന്നു എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇതാക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളോട് വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. ഞങ്ങളുടെ ഇതിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കി ഞാൻ ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടെ പറഞ്ഞു ഇത് പറയും. അത് ഞാൻ പറയണ്ടേ. ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല, ഇവൾ സംഭവിക്കുന്നതിന് പറയാൻ, അതാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തത്. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ആക്കിടും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫോൺ നമ്പറൊക്കെ കമൻറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റയിൽ ക്ലാസ് കമൻറ്റ് ചെയ്തില്ല, ക്ലാസ് വേണ്ട. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സ്റ്റോറി ഇടാം. ഞങ്ങളെ ഹൃദയ വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കും, അവർക്ക് കൊടുക്കും. ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 ഓയിൽ പേസ്റ്റിൽ 5 ഡ്രോയിങ് ബുക്കും ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു പേപ്പറും ഉണ്ട്. അതാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് നേരത്തെ എന്നോട് മാർക്കാണ്, പിന്നെ ഞങ്ങൾ വേറെ പ്ലാൻ മാറ്റി. സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞത് ഇതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന് പറഞ്ഞൊരു ഡയറിയാണ് കൊടുക്കുന്നത്. ഇത് എല്ലാവരും കിട്ടിയവരൊന്ന് നല്ലോണം വായിച്ചിട്ടുണ്ട്. നല്ലൊരു കഥയാണിത്. ഇതൊക്കെ സമ്മാനം കിട്ടിയതുകൊണ്ട് ആണ് നമുക്ക് സമ്മാനം കിട്ടിയാണ്. നമ്മൾ വെറുതെ പറയാണ്ട് നമുക്ക് സ്കൂളിൽ സമ്മാനം കിട്ടിയാണ്. പരീക്ഷയിൽ ജയിച്ചിട്ട് ഞങ്ങളുടെ സ്കൂൾ അങ്ങനെ കിട്ടാറുണ്ട്. ഈ പരീക്ഷയിലൊക്കെ ജയിക്കുന്നവർക്ക് പല സമ്മാനങ്ങളായിരിക്കും കിട്ടുക. എപ്പോഴും കിട്ടുന്നതായിരിക്കും കിട്ടുക. പിന്നെ തുറന്നാൽ ഇത് അതേപോലത്തെ ചിത്രമൊക്കെ. അപ്പം ഇത് ഞാൻ പറയാം, ഇത് യൂണിക്കോണിന്റെ ബാഗ് വരുന്നുണ്ട്. ഞങ്ങൾ വെറുതെ അല്ലട്ടോ നിങ്ങൾക്ക് ഗിവ് അവേ എന്ന് പറയുന്നത് പ്രൈസ് വേണം. പ്രൈസ് മീൻസ് പൈസ ഞങ്ങൾക്ക് വേണം അല്ലേ? പൈസ വേണം. ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം. എൻ്റെ അമ്മയുടെ ഇതൊക്കെ ഞാൻ ഗിവ് അവേ ഞങ്ങൾ സെലക്ട് ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ഗിവ് അവേയുടെ നമ്പറും കാര്യങ്ങൾ ഇവിടെ നുള്ളുന്ന ഗൈസ് എന്നെ ഗിവ് അവേ നുള്ളിയല്ലേ നമ്മൾ സാധനം എടുത്ത് ഗിവ് അവേ സെലക്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ്. നമ്പർ കൊടുക്കൂട്ടോ, നമ്പർ തരാം. ഗിവ് അവേ അതെ ഏട്ടനാണ്. അപ്പോൾ ഞാൻ അത് തരാം, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇതിനെല്ലാം കൂടെ ഇതിന് ഞങ്ങൾ ബാഗിന് വരുന്നതെന്ന് പറയുന്നത് മതിയാക്കടി, അവർക്ക് ബോറടിക്കും. ഇതെല്ലാം കൂടെ 350 റുപ്പീസാണ് ഇതിന് വരുന്നത്. അപ്പോൾ തീർന്നിട്ടോ, കാരണം നിങ്ങൾക്ക് ബോറടിക്കില്ല. ഇനി ഞാൻ ഇവിടെ സുന്ദരിയാക്കി കുട്ടാപ്പിയാക്കും. അത് വേണോ എടി? വേണം, അമ്മ ചീത്ത പറയൂടി. അപ്പോൾ ഗൈസ്, അപ്പോൾ വലിയതൊന്നുമില്ല. മോയ്സ്ചറൈസർ, പൗഡർ, ലിപ് ബാം, പൊട്ട് അത്രയേ ഉള്ളൂ. കാരണം ഞങ്ങൾ രണ്ടാളും കുഴിച്ചാണ്. അതെ, പിന്നെ ഞങ്ങൾക്ക് റീൽസ് ചെയ്യാനും കൂടെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. എന്ന് മുതൽ എടുക്കാൻ തുടങ്ങിയ? ഇന്ന് രാവിലെ 6:30. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. ഇപ്പം ഞാൻ എന്തിനാ പൗഡർ എടുത്തതല്ല സംശയിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം പൗഡർ ഇതേപോലെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. അന്തരം പോണം. ഞാൻ കൂടി കുറച്ച് പൂശട്ടെ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടേ. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കൈമൽ എടുക്കട്ടെ. ഒരു വാതിലൊന്നും സാറിട്ട് വാ. ഞാൻ അത് എടുക്കുന്ന ഈ കണ്ടിട്ടില്ലേ? ഞാൻ എടുത്തോണ്ട് കാണും. ഇവിടെ ഒരു പെട്ടിയുണ്ട്, അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കണം. അപ്പോൾ അയ്യോ ഇത്രയും വേണ്ട മോയ്സ്ചറൈസർ കുറച്ച് മതി. ഞാനത് പൗഡർ എനിക്ക് അലർജി അല്ല, പൗഡർ മോയ്സ്ചറൈസർ എനിക്ക് അലർജിയാണ്. ഇത്തിരി മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ആ കുപ്പിയിലേക്ക് തന്നെ തട്ടാം.
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കുകയാണ്. ഇത് മോയ്സ്ചറൈസറിങ് പൗഡറാണ്. നമ്മുടെ മോയ്സ്ചറൈസർ ഇപ്പോൾ തീർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസറും പൗഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഈ ബേബി ലോഷനൊക്കെ ഉണ്ടാവില്ലേ, എന്ത് ലോഷനായാലും കുഴപ്പമില്ല, ആ ലോഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ. എനിക്ക് പിന്നെ അങ്ങനത്തെ മോയ്സ്ചറൈസർ അലർജിയാണ്. അപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്തു ബേബി ലോഷൻ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം എനിക്ക് ഈ മോയ്സ്ചറൈസർ ഒക്കെ തേച്ച് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. തേച്ച് ഇവിടെ മോന്തയ്ക്ക് മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ഞാൻ തേച്ചത് കാജലോണ്ടാണ് പൊട്ടിടുന്നത്. നമുക്ക് ഇവിടെ പൊട്ടൊക്കെ തൊടുകയാണെങ്കിലും നമുക്ക് പൗഡർ നോക്ക്, ഇവിടെ മുഖത്ത് വേഗം പൗഡർ പിടിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പൊട്ട് ഇതിലോണ്ട് കണ്ണെഴുതണ്ടല്ലോ. ഗായ്സ് അതൊന്നുമില്ല, ഇവിടുത്തെ ഒരു പടകാളി ചന്ദിര പൊത്തിന പ്രസാദം. ഇവിടുത്തെ പടകാളി ചന്ദിര മുത്തിരി പ്രാന്തിരി മൂന്ത്രി എന്നൊക്കെ പറഞ്ഞൊരു ആളാണ്. നിങ്ങൾ നല്ല വിശ്വസിക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്യണം കേട്ടോ. കൊറിയൻ ഗൈസ്, ബൈ ബൈ. ഈ തല വിളിച്ചു.